ഹലോ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. ട്രിവാൻഡ്രത്തുനിന്ന് നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ എന്ത് പറയുന്നു, നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെക്കിൻ എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഭയങ്കര സ്മൂത്തായിരുന്നു. അതാണ് ചേട്ടനും പറയാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര സ്മൂത്തായിരുന്നു. ഞങ്ങൾ ഡിജി യാത്ര വഴി ചെക്ക് ഇൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കാണും. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 6:15 അപ്പം 5:15 ഗേറ്റ് ക്ലോസ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ 4 മണിയായപ്പോഴത്തേക്ക് ഇവിടെ ഹാജർ വെച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ വായി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഒന്നും എയർപോർട്ടിൽ എല്ലാത്തിനും റേറ്റ് ആവുമെന്ന് അറിയാമെങ്കിൽ പോലും പരിപ്പ് വേണമെങ്കിൽ തൊഴിലാളിക്ക് ഒത്തിരി ആകുമെന്ന് ഉദ്ദേശിച്ചത്. ഗൈസ്, ഇവിടെ ഭയങ്കര കത്തിയാണ്. ഇവിടെ നിന്നൊന്നും മേടിക്കരുത്. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളി. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊക്കെ കണ്ട് ശീലമായിരിക്കും. എന്തായാലും വിശന്ന് കുടല് കരിഞ്ഞിരിക്കുകയാണ്. ഒന്നും കഴിക്കാൻ കൊണ്ടുവന്നില്ല. കൊണ്ടുവന്ന സാധനമൊക്കെ അവർ കയറ്റി കൊണ്ടുപോയി. ഇനി ഫ്ലൈറ്റിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ദൈവാധീനം കൊണ്ട് അത് ഞങ്ങൾക്ക് ഒരു ഓഫറിൽ കിട്ടിയായിരുന്നു. ക്രെഡിറ്റ് കാർഡ് ഓഫർ കിട്ടിയായിരുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റ് കാത്തുള്ള ഞങ്ങളുടെ ഇരിപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സീറ്റിലാണ്. സോ ഹിയർ വി ആർ ടു ഡൽഹി. സീ യു ദേർ. അങ്ങനെ ചെക്കൗട്ടൊക്കെ ചെയ്തിറങ്ങി. ഞങ്ങളിതേ ട്രോളി പിടിച്ച് T3 പോകുന്നത്. അവിടെയാണ് എന്തെങ്കിലും കഴിക്കാനുള്ളതും മെട്രോ ഉള്ളതും. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങളിപ്പോൾ ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുത്തബ് മിനാർ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 30 മിനിറ്റ് ഉള്ളൊരു മെട്രോ എടുത്തു കഴിഞ്ഞാൽ യെല്ലോ ലൈൻ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടുന്ന് ഒരു
മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 കിലോമീറ്റേഴ്സേ ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുത്തബ് മിനാറിലെത്തിയിരിക്കുകയാണ് ഗൈസ്. 238 അടി പൊക്കമുള്ള ഈ മോനുമെൻറ്റിൻ്റെ അടിസ്ഥാനം ആദ്യം സ്ഥാപിക്കുന്ന 1192 കുത്ബുദ്ദീൻ ഐബക്കാണ്. പിന്നീട് 1200-കളിൽ ഇൽത്തുമിഷ് ഇതിൻ്റെ സെക്കൻഡും തേർഡ് സ്റ്റോറി പണിയുകയും ഒരു ലൈറ്റ്നിങ് കാരണം ഇതിന് കുറച്ച് ഡാമേജ് വന്നപ്പോൾ 1300-കളിൽ തുഗ്ലക്ക് ഇതിനെ ഒന്നുകൂടെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം ഇതിൻ്റെ അപ്പർ സ്റ്റോറീസൊക്കെ പണിയുന്നത് ലോധിയാണ് 1400-കളിൽ. കാണുമ്പോൾ നല്ല ഹൈറ്റ് തോന്നിക്കുമെങ്കിലും ശരിക്കും താജ്മഹലിനാണ് കുത്തബ് മിനാറിനേക്കാളും ഹൈറ്റ് കൂടുതലുള്ളത്. താജ്മഹൽ കുത്തബ് മിനാറിനേക്കാളും 5 അടി കൂടുതലാണ്. കുത്തബ് മിനാറൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്.